അല്ല രാവിലെ വരുന്നല്ല പറഞ്ഞിരുന്നത്, എന്താ വരാൻ വൈകിയേ? ചൂടന്നെ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണ്ടേ? കഴിയില്ലാന്ന്, അല്ലാതെ ചൂടല്ലേ. അച്ഛാ ഞങ്ങൾ ഇറങ്ങാട്ടോ. പോവാണ്. എന്നാ പോട്ട് വരും. ഞങ്ങൾ വരട്ടെ. ആയിക്കോട്ടെ, എന്നാ പോട്ട് വരും. ആ പിന്നെ അവളെ തന്ത വന്നിട്ട് കൂട്ടിട്ട് പോയിട്ടുണ്ട്. നീ ഒരു പണി അവളെ കൂട്ടിട്ട് പോര്. മൊണ്ണായിട്ട് ഇങ്ങനെ നിൽക്കാൻ കണ്ട കേൾക്കണ്ടോ? ഇവിടെ കാര്യങ്ങൾ നടന്നത് ആണുങ്ങളാ. എവിടക്കാ? അപ്പൊ നാളല്ലേ മോനെ കല്യാണം? മോള് പറഞ്ഞില്ലായിരുന്നോ? അച്ഛൻ ഞാൻ പറഞ്ഞിരുന്നു. ആ എന്നാ പോണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണതേ മൂപ്പരല്ല, എന്റെ കാര്യം തീരുമാനിക്കണേ ഞാനാ. വണ്ടി കയറി. ഏട്ടാ ഞാൻ മോളെ കയറിക്കോ. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. മോക്ക് സുഖമല്ലാഞ്ഞിട്ടാന്ന് കേട്ടോ. കയറി ശരി അച്ഛാ. കയറി. ഞാൻ പറഞ്ഞതിന്റെ ഒരു അടി അപ്പുറം ഇപ്പുറം വെക്കില്ല അവൻ. ഒക്കെപ്പാടെ ഒരു ദിവസേ ഇവിടെ തലമണ്ടയ്ക്ക് വന്നു വീഴും. അത് ഒഴുകളെ ദിവാകരന്റെ ഓടാ അവിടുന്ന്. അങ്ങനെ എത്ര കണ്ടിരിക്കണ ഈ ദിവാകരൻ. ഇവിടെ വരട്ടെ. എങ്ങനുണ്ട്? എന്താ മോളെ? എടാ ആ പാവത്തിന് ഒരു 2 ദിവസം വീട്ടിൽ നിർത്താൻ നീ സമ്മതിച്ചില്ല അല്ലേ? അല്ലാത്ത ജാതിയടായി. ഛേ, നീ കയറി പോയിക്കോ. എന്ത് മനുഷ്യനാടോ. അച്ഛാ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളി. വൈകുന്നേരം കാർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോട്ടോ. ആ ശരി മോനെ. നീ ആരാടാ ധിക്കരിച്ച്? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഓ പോകും, സമയമാകുമ്പോ ഞാൻ ഇറങ്ങി പോകും. നിങ്ങളെ ഒറ്റ ആളുടെ വൃത്തികെട്ടിയ സ്വഭാവം കൊണ്ടാണ് ആ പാവൻ എന്റെ അമ്മ എന്ന് ഇറങ്ങിപ്പോയത്. ആ പാവ ഇന്നും അവിടെ ഒറ്റയ്ക്കാ ജീവിക്കണേ. എന്നെങ്കിലും നിങ്ങളെ മനസ്സലിയെന്ന് വിചാരിച്ചിട്ട്. എവിടെ കരിമ്പാറ വേണമെങ്കിൽ അലി, പക്ഷെ നിങ്ങളെ ഈ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, ഒരു കാലത്തും അലിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെയ്ത് കൂട്ടിയതൊക്കെ ഒറ്റയ്ക്കിരുന്ന് അനുഭവിച്ചോളി. ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, തിരിഞ്ഞു നോക്കാം. ഞാൻ പോവാ.